ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ നിലവിൽ പ്യുവർ റെസിസ്റ്റീവ്, പ്യുവർ ഇൻഡക്റ്റീവ്, പ്യുവർ കപ്പാസിറ്റേറ്റീവ് അങ്ങനെ 3 തരം AC സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചു. ഞാൻ AC സർക്യൂട്ട് എന്ന് നിർബന്ധിച്ച് പറയാൻ കാരണമുണ്ട്, സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ ട്രാൻസിയൻ കറണ്ടിലും ഇതേ രീതിയിൽ പോയതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറരുത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ചോദിച്ചത് AC സർക്യൂട്ട് ആണോ അതോ ട്രാൻസിയൻ കറണ്ടിനകത്തുള്ള DC സർക്യൂട്ട് ആണോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് LC സർക്യൂട്ട് ആണ്. എല്ലും സിയും ആറും നമ്മൾ സെപ്പറേറ്റ് പഠിച്ചു. ഇനി അതിന്റെ കോമ്പിനേഷൻ വേണം. LC വേണം, RC വേണം, അതുപോലെ പിന്നെ LR വേണം, പിന്നെ അതുപോലെ നമുക്ക് LCR വേണം. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് LR സീരീസ് സർക്യൂട്ട് ആണ്. LR സീരീസ് AC സർക്യൂട്ട്. ഓക്കെ, അപ്പൊ LR സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു ഇൻഡക്ടർ ഉണ്ട്, പിന്നെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ആൻഡ് there is a voltage അല്ലെങ്കിൽ EMF source E അല്ലേ? E equal to E എന്ന് പറഞ്ഞൊരു EMF source ഉണ്ട്. ഇതിലൂടെയുള്ള ഇൻഡക്റ്റൻസ് L ആണ്, ഇതിന്റെ റെസിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാം. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഇതിനകത്തൂടെ വീഴുന്ന കറണ്ട് ആണ് I. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുക അതിന്റെ EMF ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യം. ടെക്സ്റ്റിൽ പല രീതിയിൽ തന്നിട്ടുണ്ട്. AC സർക്യൂട്ടിനകത്ത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിലല്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാനും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും ഇതാണ് എളുപ്പം. ഇവിടെ EMF സോഴ്സ് E ആണ് അല്ലെ? ഈ EMF സോഴ്സിൽ നിന്നാണ് ഇൻഡക്ടറിനും റെസിസ്റ്ററിനും വോൾട്ടേജ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഈ EMF അല്ലെങ്കിൽ ഈ വോൾട്ടേജ് അവർ രണ്ടാളും ഷെയർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഷെയർ ചെയ്തെടുത്താൽ ദ എഫക്റ്റീവ് EMF ഇൻ ദി സർക്യൂട്ട് അല്ലെങ്കിൽ EMF സോഴ്സ് ഇൻ ദ സർക്യൂട്ട് E is equal to ആരൊക്കെ എടുക്കുക? ഒന്ന് ഇൻഡക്ടർ എടുക്കും, ഒന്ന് റെസിസ്റ്റർ എടുക്കും അല്ലേ? ദാറ്റ് മീൻസ് വോൾട്ടേജ് ഗിവൺ ടു ദ സർക്യൂട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ആണ് അല്ലേ? ഇനി ഇതിലൂടെയുള്ള കറണ്ട് I ആണ്. നമ്മൾ I ഈക്വൽ ടു I0 sin omega t എന്ന് പറഞ്ഞതാണ് ഇതിലുള്ള ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് എഴുതും. നമ്മൾ നേരത്തെയൊക്കെ EMF എന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് കറണ്ട് ആണ് ചെയ്തത്. ഇനി ഞാൻ തിരിച്ച് ആദ്യം ഞാൻ കറണ്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ EMF കാണാം. ഓക്കെ, അപ്പൊ നോക്കാം. E ഈക്വൽ ടു VL. VL എന്ന് പറഞ്ഞാല് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ്. അതെന്തായിരുന്നു? L di/dt ആണ്. അതുപോലെ പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് IR ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ആക്ടിൽ ഇതുപോലെ തന്നെ ചെയ്തത്. അപ്പം ഇതാണ് അതിന്റെ EMF ഇക്വേഷൻ. ഇനി നമ്മൾ കറണ്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് EMF കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കിട്ടും E ഈക്വൽ ടു L ഇൻറ്റു d/dt ഓഫ് I എന്ന് പറഞ്ഞാൽ I0 sin omega t പ്ലസ് I0 sin omega t ഇൻറ്റു R എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ E ഈക്വൽ ടു d/dt ഓഫ് I0 sin omega t എന്ന് പറഞ്ഞാൽ എന്ത് വരും? L വരും ഇവിടെ. ഇനി I0 വരും, പിന്നെ സൈൻ ഒമേഗാറ്റിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാല് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ അല്ലേ? അപ്പം ഒമേഗ കോസ് ഒമേഗ ടി വരും പ്ലസ് I0 സൈൻ ഒമേഗ. അവിടെ ഒരു R ഉണ്ട് അല്ലേ? അപ്പൊ ഓർഡറിലാക്കാം. I0 R ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ? ഇനി ഇതിനകത്ത് I0 കോമൺ ആണ്. I can write I equal to I0 into L omega cos omega t plus R sin omega t എന്നുള്ളത് അല്ലേ? ഞാൻ ഈ ഓർഡർ ഒന്ന് മാറ്റണ്ടേ? നിങ്ങളെ ടെക്സ്റ്റിൽ ഫോളോ ചെയ്ത അതേ ഓർഡർ ആദ്യം ഞാൻ ഇതാ എഴുതാം. അപ്പൊ എന്താ വരിക? R sin omega t plus L omega cos omega t ആണല്ലോ. ഇതാണ് I equal to I0 into R sin omega t plus L omega cos omega t. ഇനി LR LC അതുപോലെ പിന്നെ വേറെ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇതിനകത്തൊരു സൈൻ ഒമേഗ ടി ഉണ്ട്, ഇതിനകത്തൊരു കോസ് ഒമേഗ ടി ഉണ്ട്. അതിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിന്റെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്തിന്റെ ഇതുകൊണ്ടാണ്
ഇതിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ എന്താണ് ആർ സ്ക്വയർ പ്ലസ് ഇതിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ എന്താ എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അതിന്റെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാ കേസിലും നീ എന്താ ചെയ്യാൻ പോണേ, മനസ്സിലായോ? സൈൻ ഒമേഗ ടിയുടെയും കോസ് ഒമേഗ ടിയുടെയും കോഎഫിഷ്യന്റിന്റെ സ്ക്വയറിന്റെ സമ്മിന്റെ മൊത്തം റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഈ ഇക്വേഷന്. അപ്പൊ നമുക്ക് എന്തിട്ടാം ഈക്വൽ ടു I0 into R sin omega t by root of R square plus L square omega square plus L omega cos omega t by root of R square plus L square omega square into root of R square plus L square omega square. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ ചെയ്തത് എത്രയാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ആ ഡിവിഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആണല്ലോ ഇത്, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക, അപ്പൊ പിന്നെ വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാണ്ട്. മനസ്സിലായോ? ഈ ഡിവിഷൻ എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോമൺ ആണല്ലോ, അല്ലെ? ഇത് രണ്ടിനും കോമൺ ആണല്ലോ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. സിമ്പിൾ മാത്തമാറ്റിക്സ്. ആൻഡ് which is equal to E equal to I0 root of R square plus L square omega square into ഞാൻ അതിനെ അങ്ങോട്ടേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി എന്താ R by root of R square plus L square omega square into sin omega t plus L omega by root of R square plus L square omega square into cos omega t എന്ന് വരും അല്ലേ? അതേ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളത് മാത്രമാണ്, വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ്, ഇതിനകത്ത് you have to make a substitution. Put R by root of R square plus L square omega square equal to sin phi and L omega by root of R square plus L square omega square equal to cos phi. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. ഇതിനകത്ത് ഈ ഒരു ടേമും ഉണ്ടല്ലോ, അതിനകത്ത് R by root of R square L square omega square നമ്മൾ sin phi കൊടുക്കുക, ഈ ടേമിന് നമ്മൾ cos phi കൊടുക്കുക. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ വരുത്തിയാൽ I will get E equal to I0 into root of R square plus L square omega square into ഇതിന് പകരം എന്താ വരിക, സൈൻ ഫൈ എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം സൈൻ ഒമേഗ ടി സൈൻ ഫൈ പ്ലസ് കോസ് ഒമേഗ ടി കോസ് ഫൈ എന്ന് വരും അല്ലേ? എന്താ കൊടുത്തേ? അതിനകത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ സൈൻ ഒമേഗ 1 സെക്കൻഡ്, സോറി കേട്ടോ, ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എൽ സ്ക്വയർ പകരം സൈൻ ഫൈ അല്ല കോസ് ഫൈ ആണ് കൊടുക്കണ്ടേ, ഇതിന് പകരം സൈൻ ഫൈ കൊടുക്കണ്ടേ. സോറി, ഇതിന് പകരം കോസ് ഫൈ കൊടുക്കണം, ഇതിന് പകരം സൈൻ ഫൈ കൊടുക്കണം. ഓക്കെ, ഇത് തെറ്റിപ്പോയതാണ്. അപ്പൊ നോക്കാം, ഈ ടേമിന് കോസ് ഫൈ കൊടുക്കാം, ഈ ടേമിന് സൈൻ ഫൈ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ എന്തുവരും, ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, ഇതിന് പകരം കോസ് ഫൈ കൊടുത്തു, പ്ലസ് ഇതിന് പകരം ഇവിടെ കോസ് ഒമേഗ ടി ഉണ്ട്, ഇനി ഇതിന് പകരം എന്ത് കൊടുത്തു, സൈൻ ഫൈ കൊടുത്തു. ഇങ്ങനെയാണ് അല്ലെ? ഇനി എന്ത് കിട്ടും, ഈക്വൽ ടു I0 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു നോക്കാം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോം അല്ലേ? അല്ലേ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ പ്ലസ് ബി അല്ലേ?
സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലെ. സൈൻ ഒമേഗ ടി കോസ് ഫൈവ് പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈവ് അല്ലെ, അതിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലെ. ഇനി ഈ ടേം നോക്കുക, ഇ എം എഫ് ഇക്വേഷൻ ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഈ ഇക്വേഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? I0 into root of r square plus l square omega square. അത് എപ്പോഴാവുക? when omega t plus phi equal to 90 degree. അല്ലെങ്കിൽ ഇത് സൈൻ 90 ആയി കഴിഞ്ഞാൽ 1 ആവും. അപ്പോഴാണ് ഇതിന്റെ മാക്സിമം വാല്യൂ വരിക. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഇ മാക്സ് അല്ലെ, ഇ മാക്സ് ഈക്വൽ ടു, അങ്ങനെ നമ്മൾ E0 കൊണ്ടാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുക. E0 ഈസ് ഈക്വൽ ടു I0 into root of r square plus l square omega square. എപ്പോ? when omega t plus phi equal to 90 degree. That means we will get E equal to E0 sin omega t plus phi. അല്ലേ? Equal to E0 sin omega t plus phi. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. I equal to I0 sin omega t എന്നാണ് കിട്ടിയത്. E equal to E0 sin omega t plus phi. That means we have got the relation between current and EMF. പിന്നെ എന്തും മനസ്സിലായി? The EMF is leading plus ആണ്, leading current by a phase factor phi. EMF is leading current by phi അല്ലേ. ഇനി എന്താണ് phi എന്ന് കാണണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് phi കാണാം. From above tan phi equal to, tan phi എന്ന് പറഞ്ഞാൽ എന്താണ്? sin phi by cos phi ആണ് അല്ലേ. tan phi equal to sin phi by cos phi ആണ്. That means sin phi എന്ന് പറഞ്ഞാൽ L omega by root of r square plus L square omega square അല്ലേ. ഡിവൈഡഡ് ബൈ cos phi എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കലിന് മൾട്ടിപ്ലൈ വരെ. അപ്പോൾ root of r square plus L square omega square by r square r അല്ലേ. മനസ്സിലായോ? സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് ചെയ്യുന്നത്. സൈൻ ഫൈവ് എന്ന് പറഞ്ഞാൽ അതാണ്, ഡിവൈഡഡ് ബൈ കോസ് ഫൈവ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കലിന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം ഇതും കട്ട് ചെയ്ത് പോയി. ബാക്കി ഐ ഗെറ്റ് എന്ത്? tan phi ഈക്വൽ ടു എന്ത് കിട്ടും? L omega by r എന്ന് കിട്ടും. ദാറ്റ് മീൻസ് phi ഈക്വൽ ടു tan ഇൻവേഴ്സ് L omega by r. അപ്പൊ ഇതാണ് ഫേസ് ഫാക്ടർ അല്ലേ. നമ്മളെന്താ പറഞ്ഞേ? EMF is leading current by phi, where phi equal to tan inverse L omega by r അല്ലേ. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് എന്താ കിട്ടിയേ? E0 equal to I0 into root of r square plus L square omega square എന്ന് കിട്ടിയത് അല്ലേ. അപ്പം ഇത് ഓംസ് ലോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? I equal to V by R എന്നല്ലേ അല്ലേ. I equal to V by R which is equal to വോൾട്ടേജ് ബൈ കറന്റ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? E0 by I0 അല്ലെ. E0 by I0 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് R square plus L square omega square എന്ന് വരും അല്ലെ. ദാറ്റ് മീൻസ് root of R square plus L square omega square is the effective resistance offered by the LC circuits towards the flow of alternating current. ഒരു എ സി സർക്യൂട്ടിനകത്ത് ഏത് സീരീസ്? ഒരു LR, ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള ഒരു എ സി സർക്യൂട്ടിനകത്ത് അവർ ഓഫർ ചെയ്യുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് R square plus L square omega square അല്ലേ. ഇനി ഇത് ഓർത്ത് വെക്കാനും ഭയങ്കര എളുപ്പമാണ്. നമ്മൾ പ്യൂർ റെസിസ്റ്റൻസിനകത്ത് റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R. പ്യൂർ ഇൻഡക്ടറിനകത്ത് റെസിസ്റ്റൻസ് എത്രയായിരുന്നു? L omega. എന്താ പറഞ്ഞത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പം ഇവർ രണ്ടും കൂടെ കൂടിയാൽ LR സർക്യൂട്ട് ആയി. ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? ഇതിന്റെ സ്ക്വയറിന്റെ സമ്മിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് R square plus L square omega square അല്ലെ. ഈ രീതിയിൽ നമുക്ക് അതിന്റെ എന്ത് കാണാം? പിന്നെ ഈ പറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഇനി അതിനകത്ത് നമുക്ക് കാണാനുള്ളത് അതിന്റെ, അതായത് ഇത് കേട്ടോ, Z എന്നാണ് ഇംപിഡൻസ് അല്ലെ. effective resistance to the flow of AC in an LR circuit. It is called impedance of the circuit. DC സർക്യൂട്ടിനകത്ത് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇവിടെ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് പറയാം അല്ലെ. Therefore impedance in an LR circuit is root of R square plus L square omega square എന്ന് പറയും അല്ലെ. ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണ്?
പവർ ഫാക്ടർ ഓഫ് LR സർക്യൂട്ട്. പവർ ഫാക്ടർ ഓഫ് LR സർക്യൂട്ട് അല്ലേ? പവർ ഫാക്ടർ ഓഫ് LR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് cos phi. Cos phi equal to R by root of R square plus L square omega square എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തില്ലേ അല്ലെ? അതാണ് അതിന്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇതിന് രണ്ട് വാല്യൂസ് ഉണ്ട്. വെൻ R equal to 0 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞത് ഒരു LR സർക്യൂട്ടാണ് അല്ലെ? വെൻ R equal to 0, R equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ്. R equal to 0 അല്ല, when cos phi equal to 0, when cos phi equal to 0 implies R by root of R square plus L square omega square equal to 0. ഇതിൽ cos phi ന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇത് 0 എന്നാണ്. cos phi ക്ക് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പൊ R by root of R square plus L square omega square equal to 0 എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? implies R equal to 0 എന്നാണ് അല്ലേ? R equal to 0 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, റെസിസ്റ്റൻസ് ഇല്ല. അപ്പം ഇതിന്റെ വാല്യൂ എത്രയാണ്? മിനിമം ആണ് അല്ലേ? ഇനി when L omega equal to 0, when L omega equal to 0 എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റി അല്ലേ? when cos phi equal to 1, സോറി ട്ടോ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ ആയാലും കുഴപ്പമില്ല, കാരണം നിങ്ങളാണ് എക്സാം എഴുതാൻ പോണത് കേട്ടോ. അപ്പം എന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ശരിക്ക് പിന്നെന്താ പറയാ, ഒരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് കൺഫ്യൂഷൻ ആയാൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാം എന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? ഇപ്പൊ ആ കൺഫ്യൂഷൻ ആയോ? അപ്പൊ വേണ്ട, നോക്കാം. ഞാൻ പറഞ്ഞത് cos phi ആണല്ലോ. cos phi ക്ക് മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ 0 ആണ് അല്ലേ? -1 കൂട്ടില്ല, കാരണം ഇത് പവർ ഫാക്ടർ ആണ്. പവർ നമ്മൾ -1 അർത്ഥമല്ല. അപ്പൊ cos phi ന്റെ 0 ആകുമ്പോൾ റെസിസ്റ്റൻസ് 0 കിട്ടി. when cos phi equal to 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? when cos phi equal to 1, cos phi equal to 1 എന്ന് പറഞ്ഞാൽ R by root of R square plus L square omega square equal to 1 അല്ലേ? എൻ്റെ അർത്ഥം cos phi ക്ക് 1 എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? R equal to root of R square plus L square omega square എന്ന് എഴുതാം അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? R square equal to R square plus L square omega square എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ L square omega square equal to 0 എന്ന് വരും അല്ലേ? L square omega square equal to R square minus R square 0 എന്ന് വരും. That means L omega equal to 0 എന്ന് വരും അല്ലേ? ഇങ്ങനെ രണ്ട് കേസാണുള്ളത്. അതായത് പവർ ഫാക്ടർ ഈസ് എ measure of energy to be spent in an AC circuit. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എനർജി ടു ബി സ്പെൻഡ് ഇൻ ആൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ട് വർക്കിംഗ് ആണെങ്കിൽ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യണം. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടുന്ന എനർജി ആണെന്ത്? എനർജി സ്പെൻഡ് ആണെന്ത്? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മാക്സിമം എനർജി ഈസ് ടു ബി സ്പെൻഡ് ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഞാൻ എന്താ പറഞ്ഞേ? ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വി ഹാവ് ടു സ്പെൻഡ് മാക്സിമം എനർജി ആൻഡ് ആൾമോസ്റ്റ് നോ എനർജി ഈസ് സ്പെൻഡ് ഇൻ എൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇനി ഇത് നല്ല കൺഫ്യൂഷൻ ആവാം. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ നോക്കാം. ഇവിടെ cos phi equal to 0 എന്ന് പറഞ്ഞാൽ ഈ cos phi is a measure of energy spent. സ്പെൻഡ് ചെയ്യുന്ന എനർജി എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ cos phi equal to 0 എന്ന് പറഞ്ഞാൽ എനർജി സ്പെൻഡ് 0 എന്ന്. എനർജി തീരെ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ആദ്യം മനസ്സിലാക്കുക, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എനർജി സ്പെൻഡ് ഇൻ ആൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി എത്ര ചെലവാക്കുന്നു, എനർജി എത്ര ചെലവാക്കുന്നു എന്നതിന്റെ മെഷർ ആണെന്ത്? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി cos phi equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് cos phi equal to 0 എന്ന് പറഞ്ഞാൽ എനർജി സ്പെൻഡ് 0 ആണ് എന്ന് പറഞ്ഞാൽ എനർജി ഒട്ടും ചെലവാക്കണ്ട. അങ്ങനെ ചെലവാക്കാതിരുന്നാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? R ഇല്ല. അപ്പൊ എന്തായി? L മാത്രമേ ഉള്ളൂ.
റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഇതെന്തായി? ഒരു പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയി. അതിന്റെ അർത്ഥം ആൾമോസ്റ്റ് നോ എനർജി ഈസ് ടു ബി സ്പെൻഡ് ഇൻ എ പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. മനസ്സിലായോ? ഇനി cos phi equal to 1 എന്ന് പറഞ്ഞാൽ cos phi ന്റെ മാക്സിമം വാല്യൂ കൊണ്ടല്ലേ, എന്ന് പറഞ്ഞാൽ പരമാവധി എനർജി ചെലവാക്കണം അല്ലെ, ഒരുപാട് എനർജി ചെലവാക്കണം എന്നർത്ഥം. വി ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് എനർജി അല്ലെ. അങ്ങനെ cos phi equal to 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? L omega equal to 0. L omega എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അത് 0 ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ഇൻഡക്ടർ ഇല്ല എന്നർത്ഥം അല്ലെ. അപ്പൊ എന്താവും? ഇതാവും. ദാറ്റ് മീൻസ് we have to spend a lot of energy in a pure resistive circuit. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞൊന്നുകൂടി പറയാം. മാക്സിമം എനർജി ഈസ് ടു ബി സ്പെൻഡ് ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. മാക്സിമം cos phi equal to 1 അല്ലേ. ആൻഡ് ആൾമോസ്റ്റ് നോ എനർജി ഈസ് ടു ബി സ്പെൻഡ് ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എനർജി ടു ബി സ്പെൻഡ് ഇൻ എ സർക്യൂട്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ cos phi equal to r by root of r square plus l square omega square അല്ലേ. ഇതൊക്കെ ഞാൻ പറയുന്ന LR സർക്യൂട്ടിന്റെ കേട്ടോ. ഇനി LR സർക്യൂട്ടിന്റെ വെക്ടർ ഡയഗ്രാം അല്ലേ. വെക്ടർ ഡയഗ്രാം ഇതിന്റെ ആണ് വേണ്ടേ? LRന്റെ. ഇനിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്. LR അല്ലേ. LR എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻഡക്ടറും റെസിസ്റ്ററും ഉണ്ട്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL ആണ്, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ VR ആണ് അല്ലേ. ഇനി നമ്മൾ പ്യൂർ ഇൻഡക്റ്റീവും പ്യൂർ കപ്പാസിറ്റീവും പ്യൂർ റെസിസ്റ്റീവും സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഇഫ് ഇറ്റ് ഈസ് പ്യൂർ റെസിസ്റ്റീവ് then EMF and current are in same phase അല്ലേ. And if it is pure inductive then EMF and ഇത് നമുക്ക് എന്ത് ചെയ്യാം? VR എന്ന് എഴുതാം. ഓക്കെ, ഇതന്നെയാണ് കറണ്ട് അല്ലേ. And if it is pure inductive circuit then voltage is leading current by 90 degree അല്ലേ. അങ്ങനെയല്ലേ. അപ്പൊ ഇതാണെന്ത്? VL. മനസ്സിലായോ? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ടർ മുകളിലോട്ട്, റെസിസ്റ്റർ നേരെ, കപ്പാസിറ്റർ താഴേക്ക് അല്ലെ. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ EMFും കറണ്ടും സെയിം ഫേസ് ആണ്. പ്യുവർ ഇൻഡക്റ്റീവില് EMF ഈസ് ലീഡിങ് കറന്റ് ബൈ 90 ഡിഗ്രി. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. പ്യുവർ കപ്പാസിറ്റീവിൽ EMF ഈസ് ലാഗിങ് അല്ലെ. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? കോമ്പിനേഷൻ ആണ്. എന്തിന്റെ? എല്ലിന്റെ ആറിന്റെയും. ഇതാണ് എല്ല്, ഇതാണ് ആറ്, അതിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിന്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താവും? ഇതാവും അല്ലെ. ഇതാണെന്ത്? എഫക്റ്റീവ് EMF എന്ന് പറയുന്നത് അല്ലെ. ഇനി നോക്കാം, ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് അല്ലെ. ഇതാണെന്ത്? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ആക്സിസോ ഇതാണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. ഇത് VL ആണിച്ചാൽ ഇതും എന്താണ്? VL ആണ്. നിങ്ങൾ ഡയഗ്രാം വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നോട്ടിൽ എഴുതി വെച്ചിരിക്കണം എന്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ആംഗിൾ ഞാൻ ഫൈ എടുത്തു. ഇവിടെ ഇതിന്റെ എക്സ് ആക്സിന്റെ വാല്യൂ VR ആണ്, വൈ ആക്സിന്റെ വാല്യൂ VL ആണ് അല്ലേ. അങ്ങനെ എടുത്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ നെറ്റ് EMF കാണണം അല്ലെ. ഇതാണ് EMF അല്ലെ. ഫ്രം ദിസ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഫ്രം ദിസ് ട്രയാങ്കിൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ഈക്വൽ ടു എന്ത് ചെയ്താം? റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഞാനതൊന്ന് എടുത്ത് എഴുതാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ. ആൻഡ് വി നോ ദാറ്റ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? IR ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? I into XL ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു I into L omega. ഇതൊന്നും മറക്കാൻ പാടില്ല കേട്ടോ. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതിന്റെ വാല്യൂ L omega. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ഇൻ എൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതിന്റെ വാല്യൂ L omega ആണ്. Therefore
E equal to root of VR square plus VR square. എന്ന് പറഞ്ഞാൽ വരും I square R square plus I square L square omega square. അങ്ങനെയല്ലേ വരിക? ഇതിനകത്ത് ഈക്വൽ ടു ഐ സ്ക്വയർ കോമൺ ആണ്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ വിച്ച് മീൻസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഈ ഐ സ്ക്വയറിന്റെ റൂട്ടിന്റെ പുറത്തത്തെ ഐ ആവും അല്ലേ? ആൻഡ് വെൻ equal to E0 എന്ന് പറഞ്ഞാൽ when EMF is maximum then I equal to I0. That means E0 equal to I0 into root of R square plus L square omega square. That means E0 by I0 which is impedance equal to root of R square plus L square omega square. അല്ലേ? ഇതാണ് എന്ത് effective resistance to the flow of AC in an LR circuit, which is nothing but the impedance in an AC circuit. അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇംപിഡൻസ് കിട്ടും അല്ലേ? ആൻഡ് ഫ്രം ദിസ് ട്രയാങ്കിൾ tan phi equal to എന്താണ്? tan phi ന്റെ ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? tan phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അല്ലെങ്കിൽ സൈൻ ഫൈ ബൈ കോസ് ഫൈൻ ചെയ്യാം. പക്ഷെ നമുക്ക് ടാൻ ഫൈ കണ്ടാൽ മതിയല്ലോ. ഫൈ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എന്ത് വരും? വി എൽ ബൈ വി ആർ വരും അല്ലേ? അല്ലെങ്കിൽ ടാൻ ഫൈ ഈക്വൽ ടു വി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് ഐ ഇൻറ്റു എൽ ഒമേഗ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് വി ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ. ഐ കട്ട് ചെയ്ത് പോയി. ബാക്കി ടാൻ ഫൈ ഈക്വൽ ടു എൽ ഒമേഗ ബൈ which is what we got in the other circuit, and phi equal to tan inverse L omega by R, which is exactly the same phase factor we got in the last calculation. അല്ലേ? നമ്മൾ നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് അല്ലേ? ആൻഡ് പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അല്ലേ? അപ്പൊ എന്ത് വരും? കോസ് ഫൈ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് വി ആർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു വി ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ ബൈ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇവിടെ ഐ സ്ക്വയർ കോമൺ ആണ്. അപ്പൊ അത് പുറത്തേക്ക് ഐ ആവും. അപ്പൊ ഈ ഐ കട്ട് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് കോസ് ഫൈ ഈക്വൽ ടു ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറയും അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അവിടെ ഐ കോമൺ ആക്കിയിട്ട് അത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, അതാണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു ടേം ഇതാണ് അഡ്മിറ്റൻസ്. എന്താണ് അഡ്മിറ്റൻസ്? അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇംപിഡൻസിന്റെ ഓപ്പോസിറ്റ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഹൗ മച്ച് ഇറ്റ് റെസിസ്റ്റ് അല്ലേ? ഇനി അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാലോ ഹൗ മച്ച് ഇറ്റ് അലൗസ് അല്ലേ? അഡ്മിറ്റൻസ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ആൻഡ് ഈസ് represented by y, and it is equal to 1 by z. Here 1 by root of r square plus l square omega square. Admittance. It is the reciprocal of impedance. Okay, അതാണ്. ഇനി നമുക്ക് LR സീരീസ് സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, EMF-ഉം കറന്റും സൈനുസോയിഡിൽ വേരിയിങ് ആണ്. എന്താ കിട്ടിയത്? I equal to I0 sin omega t dt equal to E0 sin omega t plus phi dt അല്ലെ? രണ്ടും സൈൻ ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് EMF ആൻഡ് കറന്റ് ആർ വേരിയിങ് സൈനുസോയിഡലി. രണ്ടാമത് the instantaneous value of EMF is leading current by the phase factor phi, where phi is given by tan inverse L omega by R. അല്ലെ? EMF is leading current by phase phi, where phi equal to tan inverse L omega by R. പിന്നെ
അത്രയൊക്കെയാണ് അല്ലേ. വേറൊന്നും പറയുന്നുണ്ട്, LR സീരീസ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഓംസ് ലോ. അത് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഇതിനകത്ത് E/I കണ്ടാൽ മതി. എന്താണ് E/I? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അല്ലേ. E/I എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തെയ്യാം, E/I ഓംസ് പറഞ്ഞാൽ I = V/R അല്ലേ. അപ്പൊ അതിന് V/I കണ്ടാലും എന്താ കിട്ടുക? E0 sin ωt plus 5 by I0 sin ωt അല്ലേ. E0 sin ωt plus 5 by I0 sin ωt അല്ലേ. ഇനി നോക്കുക, there is a time dependence. ഈ E/I എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് E/I ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. എന്താ ഓംസ് ലോ പറയണത്? I = V/R അല്ലെങ്കിൽ V/I = R. ഓംസ് ലോ എന്താ പറയുന്നത്? വോൾട്ടേജ് ബൈ കറണ്ട് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ട് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടൈം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഒബേയിങ് ഓംസ് ലോ. അതാണ് മൂന്നാമത്തെ ഒബ്സർവേഷൻ. പിന്നെ അതിന്റെ ഇംപിഡൻസ് അല്ലേ. ദ വാല്യൂ ഓഫ് E/I = Z. E0 by I0, maximum value of voltage by maximum value of current is called impedance and is given by √R² plus L² ω². അല്ലേ. അതാണ് അതിന്റെ എന്ത് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്ത് LR സീരീസ് AC സർക്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയാണ് ഒരൊറ്റ സർക്യൂട്ട് അനാലിസിസ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നുണ്ട് ഞാനിന്ന്. ഞാൻ കഴിഞ്ഞതിൽ ക്ലാസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. സോൾവ് CR സീരീസ് സർക്യൂട്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നോട്ട് കംപ്ലീറ്റ് ഇതുപോലെ എഴുതി തരണം. CR സീരീസ് സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? EMF ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിൽ സോൾവ് ചെയ്യുക. കറണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. I = I0 sin ωt തന്നിട്ടുണ്ട്. പിന്നെ സോൾവ് ചെയ്ത് EMF കണ്ട് ഇതുപോലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസ് ഒക്കെ ചെയ്ത് ഫൈനൽ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് ഫേസ് റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് അതുപോലെ അതിന്റെ വെക്റ്റർ ഡയഗ്രാം വരച്ച് മുഴുവനാക്കിയിട്ട് കാണിക്കണം കേട്ടോ. അത് മുഴുവൻ ചെയ്തിട്ട് വേണം നോട്ട്സ് അയച്ചു തരാൻ. ഇന്നെന്തായാലും ഇതൊക്കെ കൂടെ ചെയ്താലേ അതുപോലെ ഇത് കാണാനൊക്കെ അല്ലേ. അപ്പം ഇന്ന് വേണ്ട, തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് അതിന് മുമ്പായിട്ട് ചെയ്ത് അയച്ചു തന്നാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പം അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.